നമുക്ക് ഇന്നലെ കുറച്ച് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. കുറച്ച് അധികം തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ കവർ നിറച്ചുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ആയപ്പോൾ എൻ്റെ ബ്രദർ കൊണ്ടുവന്നാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്കൊന്നും കയറ്റിയില്ല കേട്ടോ, ചൂടുണ്ടായിരുന്ന കൊണ്ട് കയറ്റി ചീത്തയാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒന്നും ആയിട്ടില്ല, നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ചായക്ക് പത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, അത്ര അധികം നെയ്ച്ചോറില്ലേ. അപ്പോൾ അതൊക്കെ തീരണുണ്ടേ. ഒരു കോഴിമുട്ട പുഴുങ്ങിയിട്ട് നമുക്ക് മുട്ട ബിരിയാണി ആക്കി കഴിക്കാം. രാവിലെ തൊട്ട് തന്നെ കഴിക്കാൻ തുടങ്ങാം. ഏട്ടന് പിന്നെ അതൊന്നും പറ്റത്തില്ല. ഏട്ടന് ഞാൻ പത്തിരി ചുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കും എനിക്കാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഇത് ചീനച്ചട്ടിയിൽ ചൂടാക്കി എടുത്താൽ അടി പിടിക്കും. ആവി കയറ്റിയെടുത്താൽ നല്ല ഫ്രഷായി തന്നെ കിട്ടും. അപ്പോൾ അതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ കുറച്ചധികം വെള്ളം എടുക്കണം. എന്താ വെച്ചാൽ കുറേ ഉണ്ടായത് കൊണ്ട് വെള്ളം വറ്റിപ്പോകും. വിറകടുപ്പിലാണ് ഞാൻ ചൂടാക്കുന്നത്. അപ്പോൾ വെള്ളം വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് അധികം തന്നെ നമുക്ക് വെള്ളം എടുക്കാം. ഈ ഓട്ടപാത്രത്തിലാണ് നമ്മൾ വെക്കുന്നത്. നമുക്കിതിലേക്ക് ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിറയെ നമുക്ക് കോരി ഇട്ട് കൊടുക്കാം കേട്ടോ, ചൂടാക്കാം. ഈ പിട്ടും തൂക്കിൽ ഇങ്ങനെ ആവി കയറ്റിയെടുക്കാം. പക്ഷെ പിട്ടും തൂക്കിൽ ഇത്ര നമുക്ക് അധികം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വലിയ ചെമ്പ് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അത് നിറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. മൂടി അടച്ച് വെച്ചിട്ട് വേഗം തന്നെ ആവി കയറാൻ മതി, വെന്തതല്ലേ. ഇനി ഇതാ ഇത്ര ബാക്കിയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3-4 പ്രാവശ്യം അങ്ങനെ 4-5 പ്രാവശ്യം അങ്ങനെ ചൂടാക്കി എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം ചൂടാക്കി എടുക്കാം. അപ്പോൾ അത് നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ലാസ്റ്റത്തെയാണ്. നല്ല ആവി കയറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ അടച്ച് മൂടി വെക്കാം. നമുക്ക് ആദ്യം ഇതെടുക്കാം. ഇതിൻ്റെ അടിയിൽ കോഴിമുട്ട പുഴുങ്ങിയിട്ടിട്ടുണ്ട്, അതിപ്പം പുഴുങ്ങിയിട്ടുണ്ടാവും. അപ്പം പിന്നെ ഈ പാത്രത്തിൽ നമ്മൾ നന്നായി നിറച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നമുക്ക് തറവാട്ടിലേക്ക് കൊടുക്കാം. പിന്നെ രാവിലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇത് തീർക്കാം കേട്ടോ. ഇത് നമ്മൾ ബിരിയാണി ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ, ചൂട് വെള്ളമാണ്. ഇത് നമ്മൾ ഈ ബിരിയാണി ആദ്യം വെച്ച ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ഈ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഈ മെഴുക്കൊക്കെ ഉരുകിപ്പോവും. നല്ല വൃത്തിയാവും കേട്ടോ, ക്ലീൻ ആവും കേട്ടോ പാത്രം. അപ്പം അതേ നെയ്ച്ചോറെല്ലാം പാടെ ഞങ്ങൾ മുട്ട ബിരിയാണി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇത് രാവിലെ നല്ല ഫ്രഷ് ഇങ്ങനെ ആവി കയറ്റുമ്പോൾ നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ഉച്ചത്തേക്ക് രാത്രിത്തേക്കൊക്കെ ഇതാക്കണം. കുറച്ച് തറവാട്ടിലേക്കും കൊടുക്കണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ വീഡിയോ. താങ്ക് യു.